ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ സിഗ്നേച്ചറിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ എം.എ. റഹ്മാൻ എഴുതിയ ലെറ്റേഴ്സ് ഫ്രം ദ മദേഴ്സ് ഓഫ് നെഞ്ചമ്പറമ്പ് ടു ദ സുപ്രീം കോർട്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാമിന് വരാൻ പറ്റിയ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻ ടു സുബയ്യ മനിയാനി ഹു വാസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ബറിങ് എൻഡോസൾഫാൻ? അതായത് ഈ എൻഡോസൾഫാനൊക്കെ കുഴിച്ച് മൂടാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്തു പറ്റി? അയാളുടെ പേരാണ് സുബയ്യ മനിയാനി. അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഹി ഡൈഡ് ബിക്കോസ് ഓഫ് ദ പോയ്സണസ് എഫക്റ്റ് ഓഫ് എൻഡോസൾഫാൻ വിച്ച് ഹി ബറീഡ്. അതായത് അയാൾ മറവ് ചെയ്ത എൻഡോസൾഫാൻ്റെ വിഷം കാരണം തന്നെ അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ റെഫേർഡ് ടു ആസ് മെർഷനറി പ്രോഫിറ്റേഴ്സ്? അതായത് കാശിന് കൊതിക്കുന്ന ആൾക്കാരനെയാണ് മെർഷനറി പ്രോഫിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആരെ പറ്റിയിട്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് കാശിന് വേണ്ടി കൊതിക്കുന്ന ആൾക്കാർ ഇതിൽ ആരാണ്? ദേ ആർ മെമ്പേഴ്സ് ഓഫ് അക്കാദമിക് കമ്മ്യൂണിറ്റി ഓഫ് ദ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്. അതായത് അക്കാദമിക് കമ്മ്യൂണിറ്റിയിലെ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് മെമ്പേഴ്സ് ആയിരുന്നു അങ്ങനത്തെ ആൾക്കാർ. അതായത് അവർക്ക് ഈ ജോഗ്രഫി, അവർക്ക് ഈ ഒരു കോർപ്പറേഷനിൽ, ഒരു പ്ലാന്റേഷനിൽ ഇങ്ങനെ ഈ എൻഡോസൾഫാൻ പകരുന്നത് അതൊന്നും അവർക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. അവരതിനെ കുറിച്ച് അറിയാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെയാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ മെക്കാബർ ഡാൻസ് ഓഫ് ഡെത്ത്? അതായത് മെക്കാബർ ഡാൻസ് ഓഫ് ഡെത്തിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പേഴ്സണിഫിക്കേഷൻ ആണ്. അതായത് ആൻസർ ഇങ്ങനെ എഴുതേണ്ടത് പേഴ്സണിഫിക്കേഷൻ. ഡെത്ത് ഈസ് സ്പോക്കൺ ഓഫ് എ ഡാൻസർ. ഡെത്ത് ഈസ് സ്പോക്കൺ ഓഫ് ആസ് എ ഡാൻസർ. അതായത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പേഴ്സണിഫിക്കേഷൻ ആണ്. ഇവിടെ മരണത്തെ ഒരു ഡാൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡു ദ വുമൺ ഫിയർ കോൺസെപ്ഷൻ ആൻഡ് നോട്ട് അബോർഷൻ? അതായത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ അബോർഷനെക്കാട്ടും ഗർഭം ധരിക്കുന്നത് അവിടുത്തെ വുമൻസ് പേടിക്കുന്നത് എന്തിനാണെന്ന്? ദേ ഫിയർ കൺസെപ്ഷൻ ആൻഡ് നോട്ട് അബോർഷൻ ബിക്കോസ് വെൻ ദേ കൺസീവ് ദേ ആർ വറീഡ് ഇഫ് ദ ചൈൽഡ് വിൽ ബി ബോൺ വിത്ത് എ സ്വലോൺ ഹെഡ് ആൻഡ് വിത്ത് അതർ ജനറ്റിക് ഡിഫക്ട്സ് ഓർ എനി പ്രോബ്ലംസ്. അതായത് അവിടുത്തെ വുമൻസ് അബോർഷനെക്കാട്ടും ഗർഭം ധരിക്കുന്നതാണ് അവർക്ക് കൂടുതലായിട്ട് ഫിയർ ചെയ്യുന്നത്, അതായത് പേടിക്കുന്നത്. കാരണം അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് തല വലുതാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അബോർഷനെക്കാട്ടും കൺസെപ്ഷൻ പേടിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ MTPൻ്റെ ആക്റ്റും കൂടി പറയുന്നുണ്ട്. MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് MTP നിയമം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതായത് അബോർഷൻ ചെയ്യുന്നതിന് അവർക്ക് പേടിക്കണ്ട. അതിനെതിരെ ഗവൺമെൻറ് ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകുകയില്ല. ഒരു ആക്റ്റാണ് MTP ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻസറിൽ നിങ്ങൾ ഇതും കൂടി കൂട്ടിച്ചേർക്കണം. ബിക്കോസ് ദർ ഈസ് ദ MTP ആക്ട് ആൻഡ് സോ ദേ വോണ്ട് ഹാവ് എനി ലീഗൽ പ്രോബ്ലംസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഷോക്കിംഗ് ന്യൂസ് ഐറ്റം ദാറ്റ് അപ്പിയർഡ് ഇൻ ദ മാതൃഭൂമി ഡെയിലി ഓഫ് May 9th 2011? അതായത് May 9 2011 മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഷോക്കിംഗ് ന്യൂസ് എന്തായിരുന്നു? ആ ഷോക്കിംഗ് ന്യൂസ് ഇതായിരുന്നു. അതായത് എൻഡോസൾഫാൻ ഇരയായ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് മരിക്കുന്നു. അതായത് ആ ന്യൂസിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഈ കുട്ടി ജനിച്ചത് കൈത്തോട്ടിലെ അദൂർ എന്ന സ്ഥലത്തായിരുന്നു. അതും മമതയ്ക്കും നാരായണനും ജനിച്ച കുട്ടിയാണ്. പ്രിമച്വർ ആയിരുന്നു. അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടിയായിരുന്നു. കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ ജനിച്ച മണിക്കൂറുകൾക്ക് ശേഷം ആ കുഞ്ഞ് മരിക്കുന്നു. ആ കുട്ടിക്ക് കണ്ണുകൾ ഇല്ലായിരുന്നു. ഇതായിരുന്നു ആ ഷോക്കിംഗ് ന്യൂസ്. മാതൃഭൂമിയിൽ വന്നിരുന്ന ഷോക്കിംഗ് ന്യൂസ് ഇതായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതാം? ദ ക്യാപ്ഷൻ ഓഫ് ദ ന്യൂസ് ഐറ്റം വാസ് ന്യൂ ബോൺ ഇൻഫൻറ്റ് ഓഫ് എൻഡോസൾഫാൻ അഫിലിയേറ്റഡ് ഫാമിലി ഡൈസ്. The child who died was born to Mamta and Narayanan of Adur Kaithod. The child who was premature died within hours of birth at Kasaragod General Hospital. He did not have eyes. ഇതായിരുന്നു ആ ഒരു ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ വില്ലേജ് അക്വയർ ദ നെയിം ഓഫ് കൈത്തോട്? കൈത്തോട് എന്ന പേര് ആ ഗ്രാമത്തിന് എങ്ങനെയാണ് കിട്ടിയത്?
വളരെ മുമ്പ് തന്നെ മലകളിൽ നിന്ന് വരുന്ന ഒരു അരുവി മമ്മദിച്ച എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ജോലി എന്ന് പറയുന്നത് തുരങ്കം കുഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ ആ ഒരു അരുവി ഒരു തുരങ്കം കുഴിച്ചിട്ട് ഒരു അരുവി പോലാക്കിയിട്ട് വില്ലേജസിന് പാസ് ചെയ്തു, ഡൈവേർട്ട് ചെയ്തു. ഒരാളുടെ കൈകൊണ്ട് തന്നെ, സ്വന്തം കൈകൊണ്ട് തന്നെ ഒരു അരുവി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു അരുവിക്ക് കൈത്തോട് എന്നൊരു പേര് വന്നത്. കൈത്തോട് എന്നൊരു പേര് വന്നത്. അപ്പം അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വെരി ലോങ് എഗോ വൺ ഓഫ് ദ സ്ട്രീംസ് ഓഫ് ദിസ് ഹിൽ വാസ് ഡൈവേർട്ടഡ് ടു എ വില്ലേജ് ബൈ മമ്മദിച്ച who lived on the side of the hill and dug tunnels. Armed with only a spade, he diverted the stream to the village down below. Thus this village got the name Kaithod. Kaithod means a stream made by one's own hand. വളരെ മുമ്പ് മലയിൽ നിന്നും ഒഴുകി വരുന്ന ഒരു അരുവിയെ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചുവിട്ടു. കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന മമ്മദിച്ചായിരുന്നു ഇത് ചെയ്തത്. അയാളുടെ ജോലി എന്ന് പറയുന്നത് തുരങ്കങ്ങൾ കുഴിക്കുന്നതായിരുന്നു. സ്വന്തം കൈകൊണ്ട് തന്നെ കുഴിച്ച ഒരു തുരങ്കത്തിന്, ആ ഒരു സ്ട്രീമിനെയാണ് കൈത്തോട് എന്ന പേര് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ബ്ലെസ്സഡ് സ്ട്രീം ബിക്കം എ കേഴ്സ് ഫോർ ദ വില്ലേജസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ബ്ലെസ്സഡ് സ്ട്രീം ബിക്കം എ കേഴ്സ് ഫോർ ദ വില്ലേജസ്? അതായത് അനുഗ്രഹമായിരുന്ന ഈ ഒരു അരുവി എന്ന് പറയുന്നത് എങ്ങനെയാണ് പിന്നീട് വില്ലേജസിന് ഒരു ശാപമായി മാറിയത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആദ്യമൊക്കെ കൈത്തോട് എന്ന് പറയുന്ന ഈ ഒരു അരുവി ആദ്യം ജനങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. പക്ഷേ എപ്പോഴാണോ മുകളിൽ എൻഡോസൾഫാൻ കുഴിച്ചിട്ടിരുന്നത്, അതിനുശേഷം ആ ഒരു സ്ട്രീമിലേക്ക് വരുന്ന വെള്ളത്തിലും ഒരു എൻഡോസൾഫാൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കേഴ്സായിട്ട്, ഒരു ശാപമായിട്ടത് മാറി. അതുപോലെ തന്നെ അവിടെ താമസിച്ചിരുന്നത് മമ്മദിച്ചയുടെ മകളായ ഹാജറയും അവിടെ താമസിച്ചിരുന്നു. ഈ ഒരു അരുവിൻ്റെ അടുത്ത് തന്നെ അവർക്കുണ്ടായിരുന്ന കുഞ്ഞുങ്ങളും ഈ ഒരു എൻഡോസൾഫാൻ്റെ വിക്ടിംസ് കൂടിയായിരുന്നു. അതിൽ എൻഡോസൾഫാൻ വിക്ടിം ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഉമൈബത്ത് ഷാരിയ. ആ കുട്ടിക്ക് എങ്ങനെയായിരുന്നു? ഹെഡ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരുന്നു. അതുപോലെ കൈത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇതേപോലെ കുറേ എൻഡോസൾഫാൻ വിക്ടിംസായ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 2012 ജൂലൈയിലാണ് ഉമൈബത്ത് ഷാരിയ മരിക്കുന്നത്. സോ ഇത്രയാണ് എം.എ. റഹ്മാൻ എഴുതിയ ലെറ്റേഴ്സ് ഫ്രം ദ മദേഴ്സ് ഓഫ് നെഞ്ചമ്പറമ്പ് ടു ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഡീറ്റെയിൽഡ് സമ്മറി വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പോയി നോക്കി പഠിക്കുക. സോ ഈ ഒരു ചാനൽ യൂസ്ഫുള്ളായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.